ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ഒരു 2 വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. 1.5 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതേ സെയിം അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഞാൻ 1.5 ഇഞ്ചും ഷോൾഡർ ഞാൻ 4.5 ഇഞ്ചും കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് 1 ഇഞ്ച് കയറ്റി വെച്ച് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ ഷോൾഡർ ഒന്ന് ചരിച്ച് കൊടുക്കണം. ലെങ്ത്ത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ വിഡ്ത്ത് ഞാൻ വണ്ണം 18 ഇഞ്ചാണ് ടോട്ടൽ. അതിൻ്റെ 4-1 ഭാഗം ഞാൻ 4.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ചെസ്റ്റും 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡും പോകും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. പിന്നീട് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1.5 ഇഞ്ചിൽ സീം അലവൻസ് വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മാക്സിമം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പതുക്കെ കട്ട് ചെയ്യണവർക്കാണെങ്കിൽ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനും തുണി 4ആയിട്ട് ബാക്കി വന്ന തുണി 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വീതി എത്രയും നോക്കുക. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വീതി സീം അലവൻസ് അടക്കം എത്രയും നോക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് കിട്ടുന്നത്. 7 ഇഞ്ചിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 3.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 3.5 ഇഞ്ച് കർവ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുക്കുന്നത്. മേലും താഴെയും മേലെ 1/2 ഇഞ്ചും താഴെ 1 ഇഞ്ചും മടക്കി പോകുന്നതും കൂടെ കൂട്ടിയിട്ട് 13 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു കുട്ടികൾക്കുള്ള ഫ്രോക്ക് കട്ട് ചെയ്യാൻ. അംബ്രല്ല കട്ടിങ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്പീഡായിട്ട് അതുപോലെ തുണി കറക്റ്റായിട്ട് കിട്ടിയാൽ മതി, ജോയിൻ്റ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ. പിന്നെ ജോയിൻ്റ് ചിലതിന് കൊടുക്കേണ്ടി വരും. വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ ഇത് നല്ല വീതിയുള്ള തുണിയാണ്, അതുകൊണ്ടാണ് കറക്റ്റ് ചെയ്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതോടെ സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് നല്ല മാതിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വള്ളി കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി വന്ന തുണി ഞാൻ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോണായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ മടക്കിയിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മേൽവശം കിട്ടുന്നത് 2 ഇഞ്ചാണ്. താഴ്ഭാഗം കിട്ടുന്നത് ടോട്ടൽ 3.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ 3 ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് മതി. അതിങ്ങനെ ഇങ്ങനെ മേലെന്ന് താഴോട്ട് വരുമ്പോൾ അങ്ങനെ സൈഡ് ചെരിച്ചിട്ടുള്ള രീതിയിൽ താഴേക്ക് വീതി കൂടിയിട്ട് മേലേക്ക് വീതി കുറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ വൃത്തികേട് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സാധാരണത്തെ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രോക്കിൻ്റെ കട്ടിങ്. അപ്പോൾ ഫ്രോക്കിന് സ്ലീവ് ഇല്ല. സ്ലീവിന് പകരം നമ്മൾ അത് മറിച്ചടിച്ചു കൊടുക്കുക ചെയ്യുന്നത്, ഒരു പീസ് വെച്ചിട്ട് അതും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.